ഹായ് ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാൽക്കുലസ് ഓഫ് മൾട്ടിവേരിയബിൾ ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ ലീനിയറൈസേഷൻ ആൻഡ് ഡിഫറൻഷ്യൽസ് എന്നുള്ള ടോപ്പിക്കിൽ ലീനിയറൈസേഷൻ എന്നുള്ള പാർട്ടായിരുന്നു. ലീനിയറൈസേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തു. ലീനിയറൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് L of xy is equal to f of x naught y naught plus fx x naught y naught into x minus x naught plus fy x naught y naught into y minus y naught, and the error e of xy incurred by replacing f of xy by its linearization has the upper bound by e of xy modulus of e of xy less than or equal to half m into modulus of x minus x naught plus y minus y naught whole square എന്നുള്ള ഫോമില്. ഇപ്പൊ ലീനിയറൈസേഷൻ കാണാനും ലീനിയറൈസേഷന്റെ മാക്സിമം എറർ കാണാനുള്ള പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽസ് ആണ്. നമുക്കറിയാം y equal to f of x എന്നുള്ള ഒരു ഫംഗ്ഷനില് the change in f as x changes from a to a plus delta x. x എന്നുള്ള പോയിന്റ് x എന്നുള്ള വേരിയബിൾ a എന്നുള്ള പോയിന്റിൽ നിന്ന് a പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ള ഒരു നിയർ ബൈ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് f എന്നുള്ള y equal to f of x എന്നുള്ള ഫംഗ്ഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ ഡെൽറ്റ എഫ് എന്നുള്ള ഫോമിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എക്സ് എ പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എ ആണ്. അപ്പം എഫിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ നമ്മൾ ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എ എന്നുള്ള ഫോമിൽ ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ദി ഡിഫറൻഷ്യൽ ഓഫ് എഫ് ഈസ് ഡിഫൈൻഡ് ആൻഡ് ഡിനോട്ടഡ് ആസ് ഡി എഫ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഈ ഫോമിൽ ഡിഫറൻഷ്യലിനെയും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇതേ കൺസെപ്റ്റിനെ നമ്മൾ ടു വേരിയബിൾ ഫംഗ്ഷൻസിന്റെ കേസിലേക്ക് വരികയാണ്. അപ്പം എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷനില് എക്സ് വൈ എന്നുള്ള വേരിയബിള് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിൽ നിന്നും അതിന്റെ നിയർ ബൈ പോയിന്റ് ആയിട്ടുള്ള എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്നുള്ള പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എന്നുള്ള ഫംഗ്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡെൽറ്റ എഫിനെ വി ക്യാൻ ഡിനോട്ട് ബൈ ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള ഫോമിൽ നമുക്ക് എഫിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതേപോലെ എഫിൽ ഉണ്ടാവുന്ന എഫിന്റെ ഡെറിവേറ്റീവ് ടോട്ടൽ ഡെറിവേറ്റീവിനെ നമുക്ക് ഡെറിവേറ്റീവ് അല്ല എഫിന്റെ ഡിഫറൻഷ്യൽ ടോട്ടൽ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് പോവാം. ഇഫ് വി മൂവ് from x naught y naught to a point x naught plus delta x y naught plus delta y nearby, the resulting change df is equal to fx x naught y naught dx plus fy x naught y naught dy in the linearization of f is called the total differential of f. അതായത് ലീനിയറൈസേഷനിൽ ഉണ്ടാവുന്ന റിസൾട്ടിങ് ചേഞ്ച് ആണ് ഡി എഫ് വരുന്നത്. അതെങ്ങനെയാന്നുള്ളത് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്ര കൺസെപ്റ്റിലേക്ക് പോകുന്നതിനേക്കാളേറെ ഇത് ഈ ഒരു ടേം മനസ്സിലാക്കുക, ഡിഫറൻഷ്യൽ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പം ഇഫ് വി മൂവ് ഫ്രം എക്സ് നോട്ട് വൈ നോട്ട് ടു എ നിയർ ബൈ പോയിന്റ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ, then the resulting change df is equal to fx x naught y naught dx plus fy at x naught y naught dy is called the differential or total differential of f. അപ്പം ഈ ഡി എഫ് എന്നുള്ളത് എസ്റ്റിമേറ്റഡ് ചേഞ്ച് ഇൻ എഫ് ആണ് വരുന്നത്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു റിമാർക്കിൽ നോക്കുക. ഇതില് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിൽ നിന്ന് നിയർ ബൈ പോയിന്റ് ആയിട്ടുള്ള എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ ഇവിടെ അബ്സല്യൂട്ട് ചേഞ്ച് ആക്ച്വൽ ആയിട്ടുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ആണ്. ആ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ളത് അതാണ് ആക്ച്വൽ ചേഞ്ച്. എസ്റ്റിമേറ്റഡ് ചേഞ്ച് എന്ന് പറയുന്നത് ഡി എഫ്, നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡി എഫ്. അതിന്റെ റിലേറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോബ്ലങ്ങളിൽ ഒന്നുകിൽ ചേഞ്ച് കാണാനായിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ് ചേഞ്ച് കാണാനായിരിക്കും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് കാണാനായിരിക്കും. റിലേറ്റീവ് ചേഞ്ച് വരുന്നത്
ഡെൽറ്റ എഫിനെ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് എസ്റ്റിമേറ്റഡ് ചേഞ്ച് ആകുമ്പോൾ ഡി എഫ് ബൈ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ് വരുന്നത്. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ചേഞ്ചിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിലേറ്റീവ് ചേഞ്ച് കിട്ടി. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം, your company manufactures right circular cylindrical molasses storage tanks that are 25 feet high with a radius of 5 feet. How sensitive are the tank's volume to small variations in the height and radius? അപ്പം നമ്മളുടെ കമ്പനി റൈറ്റ് സർക്കുലർ സിലിണ്ടറിക്കൽ മൊളാസസ് സ്റ്റോറേജ് ടാങ്ക്, അതായത് റൈറ്റ് സർക്കുലർ സിലിണ്ടറിക്കൽ സ്റ്റോറേജ് ടാങ്കുകൾ ഉണ്ടാവും. നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ സർക്കുലർ സിലിണ്ടറിക്കൽ ടാങ്കുകളാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഹൈറ്റ് 25 ഫീറ്റും റേഡിയസ് 5 ഫീറ്റും ആണ്. അപ്പൊ ഇനി നമ്മൾ സ്മോൾ വേരിയേഷൻസ്, ഹൈറ്റിലോ റേഡിയസിലോ സ്മോൾ വേരിയേഷൻസ് ഉണ്ടാക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വോളിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നമ്മൾ വോളിയത്തിനെ വി എന്നുള്ളത് കൊണ്ടും റേഡിയസിനെ ആർ എന്നുള്ളത് കൊണ്ടും ഹൈറ്റിനെ എച്ച് എന്നുള്ളത് കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ സർക്കുലർ സിലിണ്ടർ ആണ് വരുന്നത്. സർക്കുലർ സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല വോളിയം ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആണ്. വി ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പം ഇനി ആറില് ഒരു സ്മോൾ ചേഞ്ച് ഡെൽറ്റ ആറും ഡി ആറും എച്ചിലൊരു സ്മോൾ ചേഞ്ച് ഡി എച്ചും ഉണ്ടാവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോളിയത്തിൽ ഉണ്ടാവുന്നതിന്റെ ചേഞ്ച് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുകയും ഓരോ ഹൈറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചും റേഡിയസിൽ ഉണ്ടാവുന്ന ചേഞ്ചും എത്രത്തോളം സെൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ അവയിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ കമ്പയർ ചെയ്യുകയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോർമുല ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോർമുല എന്നുള്ളത് നമുക്കറിയാം. ഡി വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി വി ഈക്വൽ ടു വി ആർ ഇൻറ്റു ഡി ആർ പ്ലസ് വി എച്ച് ഇൻറ്റു ഡി എച്ച് എന്നുള്ള ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഡി വി ഈക്വൽ ടു വി ആർ ഇൻറ്റു ഡി ആർ പ്ലസ് വി എച്ച് ഇൻറ്റു ഡി എച്ച് എന്നുള്ളതാണ് ഫോർമുല. അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള കമ്പോണൻസ് വി ആർ കണ്ടുപിടിക്കുക. വി ആർ എന്നുള്ളത് പൈ ആർ സ്ക്വയർ എച്ച് എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 പൈ ആർ എച്ച്. വിത്ത് റെസ്പെക്ട് ടു എച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി എച്ച് ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. പിന്നെ നമുക്ക് ഇവിടെ ആറിന്റെ വാല്യൂ 5ഉം എച്ചിന്റെ വാല്യൂ 25ഉം ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അറ്റ് ദി പോയിന്റ് 525 എന്നുള്ള പോയിന്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഡി വി അറ്റ് ദി പോയിന്റ് 525 ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുലയിൽ ഡി വി ഈക്വൽ ടു വി ആർ 525 ഡി ആർ പ്ലസ് വി എച്ച് 525 ഇൻറ്റു ഡി എച്ച് എന്നുള്ള വാല്യൂ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 പൈ ഇൻറ്റു 5 ഇൻറ്റു 25 ഡി ആർ പ്ലസ് പൈ ഇൻറ്റു 5 സ്ക്വയർ ഡി എച്ച് എന്നുള്ളത് കിട്ടും. അത് ഇറ്റ്സ് ഈക്വൽ ടു 250 പൈ ഡി ആർ പ്ലസ് 25 പൈ ഡി എച്ച്. ഇപ്പൊ നമുക്ക് ഡി വി ഈക്വൽ ടു 250 പൈ ഡി ആർ പ്ലസ് 25 പൈ ഡി എച്ച് എന്നുള്ളത് കിട്ടി. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ആറില് ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഡി ആർ എന്നതിന്റെ വാല്യൂ 1 യൂണിറ്റ് ആണ് എങ്കിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ വോളിയത്തില് 250 പൈ യൂണിറ്റ്സിന്റെ ചേഞ്ച് വരും. ഡി ആറില് ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടാവുമ്പോൾ 1 യൂണിറ്റ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഡി വിയില് 250 പൈ യൂണിറ്റ്സിന്റെ ചേഞ്ച് വരും. അതേപോലെ ഹൈറ്റില് ഡി എച്ചില് 1 യൂണിറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് വോളിയത്തിൽ 25 പൈ യൂണിറ്റ്സിന്റെ ചേഞ്ച് ഉണ്ടാവും. ഹെൻസ് 1 യൂണിറ്റ് ചേഞ്ച് ഇൻ ആർ ചേഞ്ച് വോളിയം ബൈ 250 പൈ യൂണിറ്റ്സ്. A 1 unit change in H will change V by 25 pi units. അപ്പോൾ ഒരു യൂണിറ്റ് ചേഞ്ച് ഹൈറ്റിൽ ഉണ്ടാകുമ്പോൾ 25 പൈ യൂണിറ്റ്സിന്റെ ചേഞ്ച് വോളിയത്തിലും അതേപോലെ തന്നെ റേഡിയസിൽ 1 യൂണിറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ 250 പൈ യൂണിറ്റ്സിന്റെ ചേഞ്ച് വോളിയത്തിലും ഉണ്ടാവുന്നു. അങ്ങനെയാണ് എങ്കിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഹൈറ്റിൽ ഉണ്ടാവുന്നതിന്റെ 10 ഇരട്ടി ചേഞ്ച് റേഡിയസിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ therefore tank's volume is 10 times more sensitive to a small change in R
than it is to a small small change of equal size in h. അതായത് ഒരു ചെറിയ ഒരു യൂണിറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് റേഡിയസിൽ ഉണ്ടാവുന്നത് 10 times more sensitive than to the same change in h എന്നുള്ളതാണ് നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിമാർക്കിൽ ആറിന്റെയും എച്ചിന്റെയും വാല്യൂസ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചുകളുടെ റേഷ്യോ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോബ്ലം, സപ്പോസ് ടി ഈസ് ടു ബി ഫൗണ്ട് ഫ്രം ദി ഫോർമുല ടി ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ പ്ലസ് ഇ റൈസ് ടു മൈനസ് വൈ വെർ എക്സ് ആൻഡ് വൈ ആർ ഫൗണ്ട് ടു ബി 2 and log 2 with the maximum possible errors of mod dx is equal to 0.1, mod dy equal to 0.02. Estimate the maximum possible error in the computing value of t. ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് t equal to x into e raised to x plus e raised to minus y എന്നുള്ളത് തന്നിട്ടുണ്ട്. at x equal to 2 and y equal to log 2 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. maximum possible errors of mod dx is equal to 0.1 and mod dy equal to 0.02 എന്നുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം പോസിബിൾ എറർ ഇൻ ദി കമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് ടി എന്നുള്ളതാണ്. അതായത് മോഡുലസ് ഓഫ് ഡി ടി എന്നുള്ളതിന്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് മോഡ് ഡി എക്സ് ഈക്വൽ ടു 0.1 മോഡ് ഡി വൈ ഈക്വൽ ടു 0.02 ആവുന്ന സമയത്ത് മോഡ് ഡി ടി എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഡി ടി കാണാനുള്ള ഫോർമുല മോഡ് ഡി ടി is equal to ടി എക്സ് ഡി എക്സ് പ്ലസ് ടി വൈ ഡി വൈ എന്നുള്ളതാണ്. അപ്പം ടി എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് ഈക്വൽ ടു 2 y equal to log 2 എന്നുള്ള പോയിന്റ്സിൽ അതിന്റെ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാം. അത് ഇവിടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡി ടി is equal to 5/2 dx plus 3 dy എന്നുള്ളത് കിട്ടി. ഇനി ഇതിന്റെ മോഡുലസ് എടുക്കുക, ഡി ടി എന്നുള്ളതിന്റെ മോഡുലസ് എടുക്കുക. അപ്പോൾ ഡി ടി is equal to ടോട്ടൽ ഇതിന്റെ മോഡുലസ് എന്നുള്ളത് വരും, ടോട്ടൽ മോഡുലസ് എന്നുള്ളത് വരും, which is less than or equal to 5/2 dx, which is less than or equal to 5/2 mod dx plus 3 mod dy എന്നുള്ളത് കിട്ടും. dx ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1, dy യുടെ വാല്യൂ 0.02, ഇറ്റ്സ് ഈക്വൽ ടു 0.31 കിട്ടി. ഇനി ഇതേപോലെ നെക്സ്റ്റ് പ്രോബ്ലം സിമിലർ വേയിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ റിലേറ്റീവ് അബ്സല്യൂട്ട് റിലേറ്റീവ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി വോളിയം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്, അതും കൂടെ കണ്ടുപിടിക്കണം. ഇവിടെ suppose a cylindrical can is designed to have a radius of 1 inch and height of 5 inch, but that the radius and height are off by amounts dr is equal to plus 0.03 and dh is equal to minus 0.1. Estimate the resulting absolute, relative and percentage changes in the volume of the can. ഇവിടെ can എന്ന് പറയുന്നത് ഷേപ്പ് എന്നുള്ളത് സിലിണ്ടറിക്കൽ ആണ് വന്നിട്ടുള്ളത്, റേഡിയസ് 1 ഹൈറ്റ് 5. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ വോളിയത്തിനെ v എന്നുള്ളതുകൊണ്ടും റേഡിയസ് r ഉം ഹൈറ്റ് h ഉം എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാണ് എങ്കിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേപോലെ തന്നെ v equal to pi r square h എന്നുള്ളതാണ് വരിക. അതിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേപോലെ തന്നെ ഡി വി കമ്പ്യൂട്ട് ചെയ്യാം. ഡി വി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വി ആർ ഇൻറ്റു ഡി ആർ പ്ലസ് വി എച്ച് ഇൻറ്റു ഡി എച്ച് എന്നുള്ള ഫോമിൽ കിട്ടി. അത് 10 പൈ ഡി ആർ പ്ലസ് പൈ ഡി എച്ച് എന്നുള്ള ഫോമിൽ കിട്ടി. ഇനി അതിൽ ഡി ആർ ഈക്വൽ ടു 0.03 ഡി എച്ച് ഈക്വൽ ടു 0.1 ആവുന്ന സമയത്ത് ഡി വിയുടെ വാല്യൂ എന്താണ് എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാം. ഇറ്റ്സ് ഈക്വൽ ടു 0.2 പൈ എന്നുള്ളത് കിട്ടി. പിന്നെ നമ്മളോട് പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ളത് അബ്സല്യൂട്ട്, റിലേറ്റീവ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി വോളിയം ആണ്. എസ്റ്റിമേറ്റ് ദി റിസൾട്ടിംഗ് അബ്സല്യൂട്ട്, റിലേറ്റീവ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ദി വോളിയം ഓഫ് ദി ക്യാൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എസ്റ്റിമേറ്റ് അബ്സല്യൂട്ട് ചേഞ്ച് എന്ന് പറയുന്നത് ഡി വി, റിലേറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത് ഡി വി ബൈ വി അറ്റ് ആർ ഈക്വൽ ടു 1 ആൻഡ് എച്ച് ഈക്വൽ ടു 5 ആൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഡി വി ബൈ വി ഇൻറ്റു 100. അപ്പോൾ ആ വാല്യൂസ് ഡി വി ബൈ വി ഓഫ് 115 എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡി വി ബൈ വി കാണാം, അതേപോലെ ഡി വി ബൈ വി ഇൻറ്റു 100 എന്നുള്ളതും കണ്ടുപിടിക്കുക.
ഓക്കെ, താങ്ക് യു.